നേരം വെളുത്തു. ഞാൻ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? പതുക്കെ എണീറ്റ് പോവാം, അതാ നല്ലത്. ഗുഡ് മോർണിംഗ്. നീ എവിടെ പോവാ? നീ എങ്ങും പോണ്ട, എവിടെ കിടക്ക. നീ എന്താ ഇത്? ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ നീ മറന്നോ? നീ ഇങ്ങനെ എന്താ മാറിക്കടാ? നീ എന്തായി കാണിക്കുന്ന? നിനക്കെന്താ ബോധമില്ലേ? ഞാൻ എൻ്റെ സ്വയബോധത്തോടെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായി. അതാ ചോദിച്ചത്, നിനക്ക് ബോധമില്ലേന്ന്. ഞാൻ എൻ്റെ പെണ്ണിനെയാണ് ഉമ്മ വെച്ചത്. നിന്റെ പെണ്ണോ? ഈശ്വര, എൻ്റെ ബോധം പോയതാണോ? അതെ, എൻ്റെ പെണ്ണിനെ. ഇപ്പം നിനക്ക് മനസ്സിലായോ? ഞാൻ 5 മിനിറ്റിൽ റെഡി ആയിട്ട് വരും. നീ റെഡി ആയിട്ട് നിൽക്ക്, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ പോവാൻ? നീ പറഞ്ഞിട്ട് പോ. എവിടെ പോകുമെന്ന് പറഞ്ഞാലേ ഞാൻ റെഡി ആവുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുക്കാം, നിൻ്റെ പാരൻസിനെ കണ്ടുപിടിക്കാൻ. എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലോ? എനിക്ക് പാരൻസിനെ കണ്ടുപിടിക്കേണ്ട. എനിക്ക് നിൻ്റെ കൂടെ നിന്നാൽ മതി. ഞാനിവിടെ നിന്നും പോവില്ല. പോലീസ് സ്റ്റേഷനൊന്നും ഞാൻ വരില്ല. നീ വേണമെങ്കിൽ പൊക്കോ. നീയും പോവില്ല. അതെ ചില്ലു, കളിക്കാതെ മര്യാദയ്ക്ക് റെഡിയാവും. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. പ്ലീസ് ഇറങ്ങാം. നിനക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. എന്നാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരില്ല. ഇത് നോക്ക് ചില്ലു, ഞാൻ ഒന്നത് ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. നിനക്ക് ഞാനിങ്ങനെ ചിരിച്ചൊളിച്ച് നിൽക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. എന്നങ്ങനെയല്ല. പ്ലീസ് നീ കൂടെ. എനിക്കറിയാം അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാവണം. നല്ല വേണ്ട, ആരും എൻ്റെ ലൈഫ് ലോങ് വേണ്ട. അങ്ങനെ പറഞ്ഞവരാരും ഇപ്പം എൻ്റെ ലൈഫിൽ ഇല്ലേന്നാണ്. അതുകൊണ്ട് വേണ്ട. പിന്നെ നിന്നെ ഞാൻ എൻ്റെ ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകാം. പാതി വഴിയിൽ നിനക്കെല്ലാം ഓർമ്മ വന്നു. നിനക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ലേ? നിന്നോടാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ആരുമില്ല. ഭാര്യയില്ല, മക്കളുമില്ല, കാമുകയുമില്ല. നീ മാത്രമേ ഉള്ളൂ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അങ്ങനെ ആരും ഇല്ലാന്ന്. അപ്പോൾ നിനക്ക് പാസ്റ്റൊക്കെ ഓർമ്മയുണ്ട്. നീ എന്നോട് കള്ളം പറയുന്നതാണോ? എനിക്ക് പണ്ടേ കള്ളം പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനെന്തിനാ കള്ളം പറയുന്നത്? ചീറ്റു, മുഖത്ത് നോക്കി സംസാരിക്കുക. നിനക്കൊന്നും ഓർമ്മയില്ലേ? മുഖത്ത് നോക്കാൻ. അന്ന് മഴ പെയ്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ആരെ ഫേസൊന്നും ഓർമ്മയില്ല. അതിൽ മമ്മീൻ്റെ അടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ പറയും പോലെ കാമുകിയും ഭാര്യയും മക്കളൊന്നുമില്ല. അതാ ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. എനിക്ക് അങ്ങനെ ആരുമില്ല. മമ്മീൻ്റെ അടിയും മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇനി എന്തെന്നെ വന്നാലും ഞാൻ നിന്നെ വിട്ട് പോവില്ല. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ലൈഫ് ഒക്കെ നീയാ. ഒരു റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് നീയാ എനിക്ക് പഠിപ്പിച്ചു തന്ന്. ഞാനിവിടെ ഹാപ്പിയാണ്. എനിക്ക് ലൈഫ് ലോങ് ആ ഹാപ്പിനെസ് വേണം. എന്ത് തേങ്ങയെങ്കിലും ചെയ്യും. എനിക്കിതൊന്നും ഒരു തലയിൽ കയറ്റി വെക്കാനൊന്നും പറ്റില്ല. ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോവാം. ക്രിസ്മസ് അല്ലേ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഞാൻ പോവാം. നീ എന്തെങ്കിലും ചെയ്. ക്രിസ്മസ് അല്ലേ, എനിക്കും കുറേ സാധനങ്ങൾ വാങ്ങണം. ഞാനും കൂടെ വരും. നീ എവിടെ വരിക? നിനക്ക് ഇതുവരെ ചിലവാക്കിയത് തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇനി അടുത്ത ചിലവ്. അപ്പോൾ ഇത്രയും നാളും ചിലവാക്കിയതൊക്കെ നീ കണക്ക് വെച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ വരട്ടെ. അപ്പോൾ അങ്ങനെയാണല്ലേ നീ? മതി, ഈ സെൻറ്റിയൊന്നും എൻ്റെ അടുത്ത് ആക്കില്ല മോനെ. എല്ലാത്തിനും കണക്കുണ്ട്. വരുവാണെങ്കിൽ ഞാൻ ഇനിയും കണക്ക് എഴുതി വെക്കും. നീ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ വരാതെയൊന്നും ഇരിക്കില്ല. ഞാൻ വരും എന്തായാലും. എൻ്റെ സൂസൻ, നീ കിട്ടുന്ന ശമ്പളമൊക്കെ എങ്ങനെയാണോ തീക്കുന്നത്? എന്തോ ഒരു സാധനങ്ങളായി വാങ്ങിച്ചു കൂട്ടുന്ന നീ ഒരാൾക്ക് വേണ്ടി ഇത്രയും എന്തിനാടോ? അതെ, ഇത് എൻ്റെ സാലറിയാണ്, എൻ്റെ തിങ്സും. അതിൽ നീ ഇടപെടണ്ട, മനസ്സിലായല്ലോ? എനിക്ക് ആ റെഡ് കളർ ഷോൾ വാങ്ങിച്ചു തരുമോ? തണുപ്പല്ലേ, നമുക്ക് നെക്കിലിടാം പ്ലീസ്. പിന്നെ അങ്ങോട്ട് മാറി നിൽക്ക്. നിൻ്റെ പാസ്റ്റൊക്കെ ഓർമ്മ നിൻ്റെ പാരൻസിനെ കണ്ടിട്ട് വേണം ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എൻ്റെ പൈസ മാത്രം വാങ്ങാൻ. മനുഷ്യനിവിടെ തെണ്ടാറായി നിന്നെയും ചുമന്നിട്ട്. മതിയാക്കി നടക്കടാ. ഡോക്ടറൊന്ന് പെട്ടെന്ത് കാര്യം എച്ചി. ആ, വൈൻ ഷോപ്പ് തുറന്നല്ലോ. വേണമെങ്കിൽ ഒരു വൈൻ വാങ്ങിച്ചു തരാം. ഞാൻ പോവാം, നിനക്ക് വേണമെങ്കിൽ വാ. ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ഭാഗ്യവാനാണ്. കുടിക്കുന്ന കാര്യത്തിൽ അവൾ ഒഴിച്ചേ വേറെ എന്തോ ഉള്ളൂ. ഞാനും വരുക, അതെങ്കിലും വാങ്ങിത്താ. എനിക്കറിയാം മോളെ, നീ ഇവിടെ കാണില്ല എന്ന്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരിക്കും. വലിയപ്പച്ചൻ സ്പെയർ കീ ആയിട്ടാണ് വന്നത്. എല്ലാ വർഷവും ഇതാണല്ലോ. വീടൊക്കെ നല്ല നീറ്റാണല്ലോ. ഇത് പതിവുള്ളതല്ലല്ലോ. വല്ല ജോലിക്കാരിയും വെച്ചിട്ടുണ്ടോ? കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ, വരട്ടെ. ഇവിടെ വിളിച്ചിരിക്കാം. എന്നത്തെ പോലെ ഈ ഗിഫ്റ്റും കൊടുത്ത് സർപ്രൈസ് എടുപ്പിക്കാം. അതാ. എൻ്റെ പൊന്നു സൂസൻ, മര്യാദയ്ക്ക് നടക്കും. ഇതെന്താ മറിഞ്ഞടിച്ച് താഴെ കിടക്കും. ഇങ്ങ് വാ, ഞാൻ എടുക്കാം. ഇങ്ങ് വരാൻ. എന്നെ ആരും എടുക്കണ്ട, ഞാൻ സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. മര്യാദയ്ക്ക് ഇരിക്കുക.
ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ 4 കുപ്പി അടിച്ച് കയറ്റിയത്. എനിക്ക് വയ്യ. വിടടാ എന്നെ, നീ എന്നെ എടുക്കണ്ട, വിട് വിട്. നീ എന്നെ തറയിലിട്ടല്ലേ, ഇവിടെ തണുക്കുന്നടാ, നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ, വാ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ സൂസൻ? കൈ എവിടെ നോക്കട്ടെ, എന്തെങ്കിലും പറ്റിയോന്നോ? ഇവളെ ഞാൻ ഇതെന്ത്? എടി എണീക്കടി, നമുക്ക് പോകണ്ടേ? ഈ കവറ് റെഡ് കളർ സ്കാർഫ്. അപ്പോൾ ടു മൈ ലവ് ടിൻഡു. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണോ? അപ്പോൾ ശരിക്കും നിനക്കെന്നെ ഇഷ്ടമാണോ? എന്ത് തേങ്ങ കാണിക്കുന്ന, ഡാൻസ് കളിക്കുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊച്ചു വരുന്നെന്ന് തോന്നുന്നു. സോഫയിലടിക്കറി വിളിച്ചിരിക്കാം, സർപ്രൈസ് ആവും. നീ എന്തിനാണ് ടിൻഡു ഇത്ര ഹാപ്പി? ഒന്നുമില്ല. ആര് പറഞ്ഞു ഞാൻ ഹാപ്പിയാണെന്നോ? അങ്ങനെയൊന്നുമില്ല. എനിക്കിന്ന് വലിയ സ്പെഷ്യൽ ഡേയാ. നീ എന്തിനാ എൻ്റെ കൈയൊക്കെ പിടിക്കുന്നത്? ഇവൾ ആരുടെ കൂടെ സംസാരിക്കുന്നത്? അത് സൂസൻ, നിനക്കും എന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ എനിക്ക് നീ എന്തിനാ സംസാരിക്കണേ എൻ്റെ അടുത്തോട്ട് വരുന്ന? എന്താ നിൻ്റെ ഉദ്ദേശം? എനിക്കൊരു ഉമ്മ തരുമോ? ഇവനാരോ എൻ്റെ കൊച്ചുമോളെ ഉമ്മ വയ്ക്കാൻ? കർത്താവേ, കള്ളനാണോ? എന്നൊന്നും ചെയ്യരുത്, ഞാൻ കരോട്ടയാ. നിനക്ക് എൻ്റെ കൊച്ചുമോളെ അടുത്ത് തന്നെ ഉമ്മ വേണോ അല്ലേടാ? മാറി ടിൻഡു. ചാച്ചാ, എന്നാലും നിനക്ക് ഇതാണ് ഇവിടെ പരിപാടി, ഞാൻ അറിഞ്ഞില്ല മോളെ. ഞങ്ങൾ വിളിച്ചാൽ പോലും വരാത്തത് ഇതുകൊണ്ടാണല്ലേ? ചാച്ചാ, ഇത് ടിൻഡു. എനിക്ക് ടിൻഡുവിനെ ഇഷ്ടം, അവന് എന്നെ ഇഷ്ടം. ചാച്ച വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് സൂസനെ ഇഷ്ടം, അവൾക്ക് എന്നെ ഇഷ്ടം. ഇത് തന്നെയല്ലേ അവളും പറഞ്ഞ, അത് തന്നെയല്ലേ നീയും പറഞ്ഞ. നിങ്ങളെന്തിനാ സ്കോറസ് അടിച്ച് കളിക്കുകയാണോ? അല്ല അതൊക്കെ പോട്ടെ, നീ ഏതാ? ഞാനിതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. അത് ചാച്ചാ, ഇത് ടിൻഡു. ഞങ്ങൾ ചാച്ചനെ കാണാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ടിൻഡു, നീ മിണ്ടായിരിക്കേ, ഞാൻ ചാച്ചനോട് പറഞ്ഞോളാം. സാരല്ല സൂസൻ, ചാച്ചന് മനസ്സിലാവും. ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ചാച്ച. നിങ്ങൾ മുന്നേറ്റി കൂടെ പൊറപ്പിക്കാനാണെങ്കിൽ ചാച്ചന് ഇതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരെ സ്വഭാവം അങ്ങനെയല്ലേ ഓരോന്നും. എന്നാലും ചാച്ചന് സന്തോഷമായി മോളെ. നീ ഇപ്പോഴെങ്കിലും ഈ ഒരു ലൈഫ് തിരഞ്ഞെടുത്തല്ലോ. എത്ര വട്ടം ചാച്ചൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വലിയമ്മച്ചിക്ക് ഒത്തിരി സന്തോഷമാവും. ചാച്ച, അത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോഴല്ല, ഞാൻ ചാച്ചനോടെല്ലാം. നീ ഒന്നും പറയണ്ട. നിന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ ഈ കെട്ടങ്ങ് നടക്കണം മോനെ. നിന്റെ വീട്ടിൽ ആരുണ്ട് അവരുടെ അടുത്തൊക്കെ വന്ന് ചാച്ചനെ കണ്ട് സംസാരിക്കാൻ പറ കേട്ടോ. എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് അതായിരിക്കണം. ഞാൻ പോട്ടെ, വല്യമ്മച്ചി വീട്ടിലൊറ്റയ്ക്കാം. ചുളവിൽ കല്യാണം നടത്തിയെടുക്കാൻ നോക്കണല്ലോ തെണ്ടി. ചാച്ചൻ പറഞ്ഞ പോലെ നിന്റെ മനസ്സ് മാറിന് നിന്നെ നീ കെട്ടണം, അതാണ് എൻ്റെ ലക്ഷ്യം. നിന്നെ ഞാൻ കെട്ടിച്ച് തരാടാ പട്ടി. ചാച്ചനൊന്ന് ഇവിടുന്ന് പൊക്കോട്ടെ, കാണിച്ചു തരാം ഞാൻ ശരിക്കും ആരെന്ന്. ഓ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. നിനക്ക് ആരും ഇല്ലാല് അതൊന്നും കുഴപ്പമില്ല. ഞാനും ഇവളൊക്കെ ഇല്ലേ. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട. പിന്നെ വലിയമ്മച്ചി ഒറ്റയ്ക്കാ മോളെ, തീരെ വയ്യാണ്ടിരിക്കുക. ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. ചേച്ച അങ്ങോട്ട് പോവുക. ക്രിസ്മസിന് നിങ്ങൾ അവിടെ വേണം. നമുക്ക് മിന്നു കെട്ടങ്ങ് നടത്താം. എന്നാൽ ചാച്ചൻ ഇറങ്ങട്ടെ മോളെ. ഗിഫ്റ്റ് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വച്ച് സൂക്ഷിച്ചോളാം, മനസ്സിലായല്ലോ? ചേച്ചൻ പോവുക കേട്ടോ. ചാച്ചൻ പേടിക്കണ്ട, ഞങ്ങൾ ക്രിസ്മസിന് അങ്ങ് എത്തിക്കോളാം. ബായ് ചാച്ച. വെയ് ചേച്ചാ, എൻ്റെ ഒരു സ്നേഹം. ശരി ചേച്ചാ, അപ്പോൾ നമ്മളങ്ങ് വന്നോളാം. ശരി മക്കളെ, ഇനി നിന്ന് വൈകിപ്പോ ചേച്ചൻ പോവുക. എൻ്റെ പൊന്നു മോൻ എത്രയും പെട്ടെന്ന് നിന്നെ കല്യാണം നടത്തണല്ലേ. നടത്തി തൊറടത്തേണ്ടി ഞാൻ, നീ നോക്കിക്കോ. ഇത്രയും സുന്ദരനായി എന്നെ നീ കല്യാണം കഴിക്കരുത്, നഷ്ടം നിനക്കാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ചാച്ചന് വരെ എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിൻ്റെ കാര്യം നീ തീരുമാനിക്കുക, ഞാനെന്ത് പറയാ. അയ്യോ, ഒരു കുഞ്ഞടൻ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. കാണിക്കാനൊന്നുമില്ല, ചാച്ചന് സമ്മതം. ഇനി നീ സമ്മതിച്ചാൽ മതി. എനിക്ക് നിൻ്റെ കൂടെ ലൈഫ് ലോങ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം സൂസോ. പ്ലീസ്, നമുക്ക് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം. അവിടെ അടിച്ചു പൊളിച്ചിരുന്നോ? ഞാൻ പോയി കിടന്നുറങ്ങാം. നിൻ്റെ കൂടെയൊക്കെ ഇരുന്നാൽ ശരിയാവില്ല. എനിക്കറിയാം, ഞാൻ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല. എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണം നിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടാൻ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നീ എന്നോട് ഉണ്ടാവില്ല എന്നറിയാം. എനിക്കിതേ ഉള്ളൂ മാർഗം സൂസു. ഈ ചാച്ച പിന്നെയും ഇതാണോ ക്രിസ്മസ് ഗിഫ്റ്റ്? വീണ്ടും ഗെയിം. ഈ ഗെയിമൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? കഴിഞ്ഞ പ്രശ്നം എന്താ പൊടി അടിച്ചിരിക്കുന്നു. ഞാൻ വലുതായില്ലേ ചാച്ച, ഇങ്ങനെ കൊണ്ട് തോറ്റു. കൊണ്ടുവരാൻ ബിൽഡപ്പൊക്കെ കണ്ട എന്തോ 10 കിലോ സ്വർണം കൊണ്ടുവരും പോലെ. മൂട് പോയി.
ആഹാ, ചാച്ച തന്ന ഗിഫ്റ്റൊക്കെ പൊടിച്ചെന്നോ? ഇതെന്താ? കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? നീ ഉണ്ടെന്ന് ചാച്ചൻ നേരത്തെ അറിഞ്ഞു തോന്നുന്നു. കിടന്നുരുളണ്ട. ഗെയിമോ? ചാച്ചനെപ്പോഴും നീ കൊച്ചുകുട്ടി. എന്തായാലും കൊണ്ടുവന്നല്ലേ, വാ നമുക്ക് കളിക്കാം. പാടോ. എന്നെ നിനക്ക് തോപ്പിക്കാൻ ഒക്കില്ല മോനെ. നീ ഫുൾ കള്ളക്കളിയാ. പോ ഇങ്ങോട്ടിട് തരാൻ. വിടടാ, ആദ്യം പോയി കളിക്കാൻ പഠിച്ചിട്ടോ. തരത്തിപ്പി കളിച്ചേക്ക. കളിക്കാനും അറിയില്ല. നീയാ കള്ളക്കളി. നിന്നെ ഞാൻ നോക്കിയോ. മര്യാദ. ആരോ ബെല്ലടിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ പോരെ? മാറി നിൽക്കടാ. എൻ്റെ കർത്താവേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒന്ന് സെറ്റായിട്ട് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഏതോ തണ്ടി ബെല്ലടിച്ചു. ആ ബെല്ലടിച്ചവനെ തലയിൽ ഇടുത്തി വീഴണം. അത് ആരോ അഡ്രസ്സ് മാറി വന്നത്. ഞാൻ പറഞ്ഞു വിട്ടു. ശരി, ഒരുപാട് ലേറ്റ് ആയല്ലേ, നീ പോയി കിടന്നോ, ഞാൻ കിടക്കാൻ പോവാ. അത് അങ്ങനെ പോവാണോ? അല്ല, എന്താ പോണ്ടേ? അതല്ല, നേരത്തെ കിസ് ബാക്കിയുടെ കഴിഞ്ഞാലേ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോന്ന്? എനിക്കിപ്പോൾ ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോയി കിടക്ക്. പേടിച്ചു പോയി പാവം. അവൾ ഉറങ്ങിയോ? പതുക്കെ അടുത്ത് കയറി കിടക്കാം. കൊള്ളാപ്പാട്ടി മിണ്ടാതെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ? അവൾ വരാൻ ടൈമായല്ലോ. ഒരു കാര്യം ചെയ്യാം, ഫുഡ് ഉണ്ടാക്കി വയ്ക്കാം. എൻ്റെ ഫുഡിൽ നീ എനിക്ക് കല്യാണം കഴിക്കാൻ ഒറ്റ കാലിൽ നിൽക്കണം. അമ്മാതിരി ഫുഡായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന. ഈ ക്രിസ്റ്റിയുടെ കളികൾ ഇനി നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതുവരെയായിട്ടും കാണാനില്ലല്ലോ. ഇതവിടെ പോയി കിടക്കുക. എല്ലാം സെറ്റല്ലേ? എന്തെങ്കിലും കുറവുണ്ടോ? വന്നു തോന്നണം. പോയി നോക്കാം. ഹായ്. നല്ല മണം. മണമൊക്കെ എടുക്കാം. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഫ്രഷ് ആവണോ? ഒന്ന് പോടാ. ഇത് നീ തന്നെയാണ് ഉണ്ടാക്കിയത്? എനിക്ക് ചെറിയ സംശയമുണ്ട്. ഓർഡറെല്ലാം ചെയ്താണോടാ? സംശയിക്കേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിയ. നീ സമാധാനമായിട്ടിരുന്ന് കഴിക്കേ. അപ്പോൾ നിന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഇതുപോലത്തെ കുറേ ഫുഡ് കഴിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ചാച്ചൻ പറഞ്ഞ പോലെ അങ്ങ് മിന്നു കിട്ടിയാലോ? എന്താ നിൻ്റെ അഭിപ്രായം? ഞാൻ എന്താ കേട്ടത്? ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നീ കേട്ടത്. പെട്ടെന്നെന്താ എന്നെ കല്യാണം കഴിക്കാനൊക്കെ ഒരു താല്പര്യം? നീ പറഞ്ഞ ഞാൻ ആലോചിച്ചു. ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കണം. നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഹാപ്പി ആയതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോഴും ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കരുതി. കല്യാണം കഴിഞ്ഞ് എൻ്റെ പാസ്റ്റ് അറിഞ്ഞാൽ നീ എന്നെ ഇട്ടേച്ച് പോവോ? അങ്ങനെ ഇട്ടേച്ച് പോകാൻ മാത്രമുള്ള പാസ്റ്റ് നിനക്കുണ്ടായിരിക്കോ? ഉണ്ടാവോ? നീ ഇനി വല്ല മാഫിയ ഗ്യാങ് വല്ലതും ആണോടാ? മാഫിയയോ? ഞാൻ അത് എനിക്ക് തോന്നുന്നത് നീ വല്ല അംഗൻവാടി ടീച്ചറോ നേഴ്സറി സ്കൂളിലെ സാറോ വല്ലതും ആയിരിക്കും. നിൻ്റെ സ്വഭാവത്തിന് അതൊക്കെ പറ്റൂ. അല്ലാണ്ട് ഇനി എങ്ങാനും അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഡിവോഴ്സ് എഴുതി കൈ തരില്ലേ? എന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ഇപ്പം എങ്ങനെ ഇരിക്കണം? നമ്മളെപ്പോഴാ ചാച്ചൻ്റെ അടുത്ത് പോവുക ഈ കാര്യം സംസാരിക്കാൻ? നാളെ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചാച്ചൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണല്ലോ. നല്ല സമാധാനമുണ്ട്. മുമ്പ് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരാൻ വേണ്ടി വീട്ടിൽ വാശി പിടിക്കുമെന്ന് മമ്മി പറയാറുണ്ട്. നീ ഇന്നിനി കാണാൻ പോണ എൻ്റെ ഒരു വല്യമ്മച്ചിയുണ്ട്. വല്യമ്മച്ചി എൻ്റെ അമ്മയെ പോലെ കാണാൻ. നിനക്ക് പോകുമ്പോൾ മനസ്സിലാവും. എനിക്കിട്ട് നല്ല കുത്തും. ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. നീ വിഷമിക്കണ്ട, ഇനി നമുക്ക് എന്നും ഇങ്ങോട്ട് വരാം. ഞാനല്ലേ കൂടെ. നീ ഉള്ളത് എൻ്റെ ഏറ്റവും വലിയ പേടി. പൊടി പട്ടി. നീ പോടാ തെണ്ടി. ആഹാ, നിൻ്റെ ചാച്ചൻ വലിയ റിച്ചാണെന്ന് തോന്നുന്നു. വീടൊക്കെ ഭയങ്കര ഗംഭീരമാണല്ലോ. കൊള്ളാലോ.
ആക്ച്വലി ഇത് ഞങ്ങളുടെ വീട്, അത് വലിയപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട്. അവിടെയായിരുന്നു അമ്മ പപ്പയും ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെയും അവരിവിടെ ആക്കി. അല്ല, ചാച്ചനില്ലേ ഇവിടെ? കാണാനില്ല. ഞാൻ വരുന്നത് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചപ്പാ. ചാച്ചോ ഓ എൻ്റെ ഈശ്വരനെ കർത്താവേ, എന്നത് പെണ്ണെ, എനിക്ക് ആകെ ഉള്ളൊരു ഹാർട്ടാ, അതോടെ അടിച്ച് കളയിപ്പിക്കുമോ നീ? ഞാൻ എൻ്റെ ചാച്ചനൊരു സർപ്രൈസ് കണ്ടല്ലേ, പേടിച്ചു പോയോ? ഞാനും കൂടെ ഇവിടെ ഉണ്ട് ചാച്ച, ഇനിയും കൂടെ ഒന്ന് പരിഗണിക്കേ. വാടാ കൊച്ചേ, ഇവിടെ ഇരിക്കടി, ഞാൻ അവളെ വിളിക്കാം. ഇന്നാരും വിളിക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ഓ, തമ്പുരാട്ടി വന്നോ? നീ പോയി പിള്ളേർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് പോ. അതൊക്കെ എടുക്കാം. നിനക്ക് ഇപ്പോഴെങ്കിലും ഈ വലിയമ്മച്ചിയെ ഓർമ്മ വന്നോ? എൻ്റെ അന്നമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാവരെയും ഓർമ്മയുണ്ട്. വലിയമ്മച്ചി അന്നമ്മയുടെ കാര്യം പറഞ്ഞ് ഇനി എന്നെ സങ്കടപ്പെടുത്തരുത്. എൻ്റെ നണ്ണം എനിക്ക് ആർക്കെങ്കിലും പറയണ്ടേ? ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഇവനാണോ നിൻ്റെ ചെക്കൻ? ആ, നീ അകത്ത് പോയിരിക്കേ, ഞാൻ അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാം. നിങ്ങളിരിക്കും പിള്ളേരെ, അവർക്ക് ഈയിടെയായിട്ട് വയ്യ, അതാ ഇങ്ങനെയൊക്കെ. സാരമില്ല, നിങ്ങൾ പോയി ഫ്രഷ് ആവും, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. ടിൻറ്റു, നീ വാ, ഞാൻ റൂം കാണിച്ചു തരാം. ഫ്രഷായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, അതാ നല്ലത്. സുസു, നിൻ്റെ വല്യമ്മച്ചി നിന്നെ പോലെ തന്നെ കാണാൻ. രണ്ടുപേർക്കും സെയിം ഫേസ് ആണല്ലോ. 2 പേർക്കല്ല, 3 പേർക്കും. എൻ്റെ അമ്മ എന്നെ പോലെയാണ് കാണാനും. എൻ്റെ അപ്പൻ എപ്പോഴും പറയും ഞാൻ വലിയമ്മച്ചി പോലെയാണ്. ആ, അതൊക്കെ വിട്. അമ്മ മരിച്ചതിന് ശേഷം വലിയമ്മച്ചിക്ക് ഇത്ര ദേഷ്യം. നീ കരയാണോ? നിനക്ക് വിഷമമുണ്ടോ? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. അല്ല, നിനക്ക് വിഷമമുണ്ട്, എനിക്കറിയാം. നീ വിഷമിച്ചാൽ ഞാൻ മുമ്പ് വന്ന് നിൻ്റെ വിഷമം മാറും. കിള്ളി കഴിയാതൊട ചിന്ന ചിന്ന കോലാമിട ഉള്ളോ മട്ടു വഴിയേ നാനേ. മക്കളെ റെഡിയായെങ്കിൽ വാ, അപ്പച്ചൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ അപ്പുറത്ത് പോയി ഫ്രഷ് ആവാം. നീ ഇവിടെ ഫ്രഷ് ആയിക്കോ, എന്നിട്ട് വിളിച്ചാൽ മതി. ഇതെന്താ നീ കുളിമുറിന്ന് നേരെ ഇറങ്ങി വന്നു? ഇവിടെ ഇരിക്കേ, ആ മുടിയൊക്കെ നനഞ്ഞു. നിനക്കിതൊന്നും നോക്കാൻ അറിയില്ലടാ ചിഞ്ചു. നീ എന്താ കൊച്ചുകുട്ടിയാണോ? പേരും കൊച്ചുകുട്ടി തന്നെ, സ്വഭാവം കൊച്ചുകുട്ടി തന്നെ. ഇതൊക്കെ നോക്കാൻ നീയില്ലേ? അയ്യടാ, ഞാനെന്താ ടേക്ക് കെയർ തുടങ്ങുകയാണോ നിന്നെ പോലുള്ളതിനൊക്കെ നോക്കാൻ? ശരിയാക്കിയിരിക്കടേ, കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. ശരി, മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കഴിക്കാം. നോക്കിയതിന് മതി, എന്നിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. മോന് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണോ? ഇതൊക്കെ ഇവളുണ്ടാക്കുന്നതാ. നമ്മൾ ഇങ്ങനത്തെ നാടൻ ഐറ്റംസേ കഴിക്കാറുള്ളൂ. ഇഷ്ടമായിരുന്നു എൻ്റെ ചാച്ച. ഇവിടെ നൂഡിൽസിനേക്കാളും ചാച്ചൻ്റെ ഈ ഫുഡൊക്കെ അടിപൊളിയാണ്. ചാച്ചനങ്ങ് പതപ്പിച്ച് തള്ളുകയാണല്ലോ ഇവൻ. മോനെ, നീ കെട്ടാൻ പോണത് എന്നെയാ, ചാച്ചനല്ല. അത് ഓർത്താൽ നിനക്ക് നല്ലത്. കുശുമ്പി, എനിക്കറിയാം. ഞാൻ വെറുതെ ചാച്ചനെ സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് നിൻ്റെ നൂഡിൽസാണ് ഇഷ്ടം. ഫുഡ് കഴിച്ചില്ലേ? ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ? രണ്ടാളും പോയി കിടന്നു. നമുക്ക് റൂം കാണിച്ചു കൊടുക്ക് ഇച്ചായ. ആ, പിന്നെ ഞാൻ ഇവിടുത്തെ പള്ളിയച്ചനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യാഴാഴ്ച നിങ്ങളുടെ മിന്നിട്ട് നടത്തുന്ന പറയുന്നു. വ്യാഴാഴ്ചയോ? ഞങ്ങൾക്ക് സമ്മതം ചാച്ച. കണ്ണന്താനേ